ഹലോ ഗൈസ്, ഐ ആം ജെറി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഡോബ് ലൈറ്റ് റൂം മൊബൈൽ വെർഷനാണ്. നമ്മൾ മിക്ക ആളുകളും തന്നെ മൊബൈലിൽ ഓട്ടോ ബ്രൈറ്റ്നസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ ബ്രൈറ്റ്നസ് മാക്സിമം കൂട്ടിയിടുക. നമുക്കിപ്പോൾ ഇതിലൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഒരു ഫോറസ്റ്റ് ഗ്രീൻ എഫക്റ്റ്, അതായത് ഈ ഒരു എഫക്റ്റ് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് ഇമേജ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ലൈറ്റ്സിലാണ്. ലൈറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള ഓപ്ഷൻസാണ് എക്സ്പോഷർ, കോൺട്രാക്റ്റ്. നമുക്ക് ഈ ഇമേജ് നോക്കി കഴിഞ്ഞാൽ ഞാൻ മൊബൈലെടുത്ത ഫോട്ടോയാണ്. എക്സ്പോഷർ കൂടുതലാണ്. വൈറ്റ് പൂവിൻ്റെ ഫ്ലവറിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പോഷർ കുറച്ച് കൂടുതലാണ്. നമുക്ക് എക്സ്പോഷർ ഞാനിവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 6 ഇട്ട് നോക്കാം. കോൺട്രാക്ട്സ് ഞാൻ കുറച്ച് കൂട്ടുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഡാർക്ക് മൂഡാണല്ലോ ചെയ്യുന്നത്. കുറച്ച് കോൺട്രാക്ട്സ് കൂട്ടാം. ഹൈലൈറ്റ്സ് ഞാനിവിടെ കുറയ്ക്കുകയാണ്. ഇടാം. ഷാഡോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വൈറ്റ് നമുക്ക് തൽക്കാലം ഒന്ന് 0 ഇടാം, പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് ഞാൻ ഓൾറെഡി കുറച്ച് വയ്ക്കുകയാണ്. കാരണം നമുക്ക് ഡാർക്ക് മോഡാണ് വേണ്ടത്. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് 50 കുറച്ച് വയ്ക്കണം. ദെൻ ലൈറ്റ്സിൽ നമുക്ക് കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കേർവ്സിൽ ഞാൻ ഇങ്ങനൊരു പാറ്റേണാണ് ഡാർക്ക് മോഡ് ഞാൻ ചെയ്യുമ്പോൾ സാധാരണ കൊടുക്കാറ്. ഞാൻ പ്രൊഫഷണൽ എഡിറ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ അഡോബ് ലൈറ്റ് റൂം ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യേണ്ടത്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്കത് കളേഴ്സിലേക്ക് പോവാം. താഴെ രണ്ടാമത്തെയാണ് കളേഴ്സ് വരുന്നത്. കളേഴ്സിൽ ടെമ്പറേച്ചർ ഒന്ന് മൈനസ് ചെയ്യില്ല, കുറച്ചൊന്ന് ഡാർക്ക് കിട്ടാം. അത് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാനൊരു ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ഒരു 3-4 ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബ്ലൂ ടോൺ കിട്ടും. നിങ്ങൾക്കറിയാം. വൈബ്രൻസ് ഞാൻ കുറച്ച് കൂട്ടി വയ്ക്കുകയാണ്. സാച്ചുറേഷൻ ഞാനൊന്നും ചെയ്യുന്നില്ല. മിക്സിലേക്ക് പോവാം. മിക്സിൽ നമുക്ക് ഇതിൽ റെഡ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ റെഡ് സാച്ചുറേഷൻ മാക്സിമം കുറച്ച്, ഓറഞ്ച് സാച്ചുറേഷൻ മാക്സിമം കുറച്ച്, ഓറഞ്ച് ടോൺ ഞാൻ മാക്സിമം ഗ്രീനിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ യെല്ലോയിൽ ഞാൻ സാച്ചുറേഷൻ കുറച്ച് വയ്ക്കുകയാണ്. ഒപ്പം ഞാൻ ഈ ലൂമിനൻസ് മാക്സിമം കുറച്ച് കൊടുക്കും. അടുത്ത ഗ്രീനിൽ സാച്ചുറേഷൻ കുറച്ച് കുറയ്ക്കാം, ലൂമിനൻസ് മാക്സിമം. ഓക്കെ, ബ്ലൂ ഇല്ല, സാച്ചുറേഷൻ മാക്സിമം കുറയ്ക്കണം. ഇതിൽ കുറച്ച് ലൂമിനൻസ് മാത്രം കുറച്ച് കുറയ്ക്കാണ്. ബ്ലൂവിൽ ഇതില്ല, നമുക്ക് മാക്സിമം കുറച്ചിടാം. ഇതുമില്ല, മാക്സിമം കുറച്ചിടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു അടുത്ത് നോക്കാം. അടുത്ത് എഫക്ട്സിലേക്ക് പോയി നോക്കാം. എഫക്ട്സിൽ നമുക്ക് ടെക്സ്ചർ കുറച്ച് കൂടുതൽ കൊടുക്കാം. കാരണം അത് ഓൾറെഡി ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഇത് കുറച്ച് ക്ലാരിറ്റി കൂട്ടിയിടാം. ഡീഹൈസ് ഒന്ന് കൂട്ടിയിടാം. വിഗ്നെറ്റ് മാക്സിമം കൊടുക്കാം. മാക്സിമം നമുക്ക് ഓക്കെ. വിഗ്നെറ്റ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് ക്രോപ്പ് ചെയ്തിട്ട് വേണം വിഗ്നെറ്റ് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. ദെൻ അടുത്തത് ഷാർപ്പനിങ് ആണ്. നമുക്കൊരു 2, 3, 4 വരെയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിൽ നോയ്സ് റിഡക്ഷൻ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്കൊരു 50% രണ്ടും യൂസ് ചെയ്യാം. നോയ്സ് റിഡക്ഷൻ 50% യൂസ് ചെയ്യാം. സോ
റിമൂവ് ക്രോമാറ്റിക് അബ്രേഷൻ അത് കൊടുത്തേക്കാം. സോ ഇവിടെ നമുക്ക് ഇതൊന്ന് ക്രോപ്പ് ചെയ്യണം. ഇനി അവിടെ ഓട്ടോ ക്രോപ്പ് കൊടുക്കണം. സ്ട്രൈറ്റൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ സ്ട്രൈറ്റൻ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓട്ടോ ക്രോപ്പ് ആവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ്. ഇനി നമുക്ക് എഫക്ട്സിൽ പോയിട്ട് ഷാഡോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഷാഡോ കൊടുക്കാം. ഗ്രീൻ ഷാഡോ കൊടുക്കാം. ഹൈലൈറ്റ്സ് കുറച്ച് ബ്ലൂ കൊടുക്കാം. ഗ്രീൻ ഷാഡോ. ഇനി നമുക്ക് ഇതിനകത്ത് വിഗ്നെറ്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ്സ് കുറച്ച് കൊടുക്കാം. നമുക്കിനി ആ വൈറ്റ് ഫ്ലവർ അത് കുറച്ച് ബ്രൈറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ സെലക്റ്റീവ് എന്ന് പറഞ്ഞ ടൂളിൽ പോയിട്ട് ഇങ്ങനെ നമുക്ക് റൗണ്ട് സെലക്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ ആ ഫ്ലവർ ഇരിക്കുന്ന ഭാഗം മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ആദ്യമേ അത് കറക്റ്റായി സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ താഴെ ഓരോ ഓപ്ഷൻ നമ്മളിപ്പോൾ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ തിരിച്ച് മൈനസ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എക്സ്പോഷർ കുറച്ചാണ്, എക്സ്പോഷർ കൂട്ടി കൊടുക്കണം. അങ്ങനെ എന്താണോ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് അതൊന്ന് തിരിച്ച് റീ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഗൈസ്, നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഫോറസ്റ്റ് ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.